Chance. The cap shot. The try. What a shot! That name the shot. The brilliant shot. The AB, what a brilliant plan. The AB, this has 26 runs. 2 hours to be charted. Super shot. Super bowling. ലിജിലുയർത്തിയടിക്കുന്ന പന്ത് നൗഷാദിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു. ചേർത്തി വിക്കറ്റ് വേട്ടയുടെ രാജകുമാരൻ ഏറ്റുകുറച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മത്സരത്തിൽ കെട്ടിമറക്കുന്നു. ആദ്യ ഓവറിൽ 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. അതിനുശേഷം മിന്നലാട്ടമായി അരുൺ ബാബു. ഹലോ സൂപ്പർ ബൗളിംഗ്, സൂപ്പർ ഷോട്ട്, but fielder is there. Super shot Raju Bhatta. More power you have. ഇതിലും അധികം ശക്തിയിൽ പ്രഹരിച്ചാൽ മാത്രമേ അത് 6ലേക്ക് എത്തുകയുള്ളൂ. വരാനെത്തുന്നു ബാറ്റിംഗിലേക്ക്. സേഫ് ഷോട്ടിനുള്ള ശ്രമം, പക്ഷേ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒന്നിന് പിറകെ ഒന്നൊന്നായി തിരികെ നടക്കുന്നു. സൂപ്പർ ബൗളിംഗ്. 5 ഓവർ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 43. സ്ലോ വന്ന സൂപ്പർ സ്ലോ. ഈ മത്സരത്തിന്റെ ഗിയർ അവരുടെ കയ്യിലാണ്. മുന്നവറിന്റെ കൊമ്പടിക്കാൻ കണക്കൊത്തൊരു 6 എത്തുന്നു.
No ball. Umpire call no ball. Yes. By 4. No ball by 4. 5 run added to the scorecard. One ചെയ്തതാണ്. ഇനി ടൂർണമെന്റിൽ മുന്നോട്ട് പന്തെറിയാൻ കഴിയത്തില്ല. Super shot. 6. ആശിക ഫീൽഡ് ബോൾ സച്ചു ഗോൾ ചെയ്തപ്പോൾ അരുൺ ബാബു പണിഷ് ചെയ്തതാണ്. ഇവിടെ അരുൺ ബാബു എത്തുന്നു സച്ചുവിനെതിരെ. It's a chance. It's a chance. Fielder is there. Put down. What super fielding. Super fielding, Mr. Onaiza. Onaiza R6. Well fielded. Chance again. 4 runs. Over completed. Helicopter. Super fielding. Super fielding. Super fielding again, Mr. Onaiza. Super shot. 4 run. Super shot. Yes. Such a slowly. Such take the catch. ആ ക്യാച്ച് ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കി. പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. അതിനനുസരിച്ച് അരുൺ ബാബു ചലിക്കുന്നത് കണ്ടു. ക്യാച്ച് കയ്യിലേക്ക് എത്തുന്നത് വരെ മാനേജർ ജിത്തുവിന്റെ കണ്ണ് അങ്ങ് മുകളിലായിരുന്നു. പക്ഷെ വന്നിരിക്കുന്നത് ഒരിടങ്ങയ്യൻ പോയെങ്കിൽ, ജൂനിയർ പോയെങ്കിൽ സൂപ്പർ സീനിയർ എത്തുന്നു. Well left. Slow the one. Fielder is there. Super bowling. Shot. Naushad. സിറ്റിന് ശ്രമിക്കുന്ന നൗഷാദ. 3 ഓവർ പിന്നിടുമ്പോൾ 26. 24 പന്തിൽ 56. സൂപ്പർ ബൗളിംഗ്. Onaiza 6 take the wicket. What is happening here? റിയാസ് കൊടപ്പാളി മടങ്ങും. ഇന്നലെ ചെറിയൊരു സമയം കൊണ്ട് ലിറ്റിൽ ക്യാമിയോ ഇന്നിംഗ്സ് കളിച്ച DJ. എക്സലന്റ്. ഒന്നും പറയാനില്ല. ഒരു ഓവറിൽ വിട്ടു നൽകിയത് കേവലം 1 റൺസ് മാത്രം. എടുത്തത് 10 മാറ്റി തനി തങ്കക്കട്ടിയുടെ വിലയുള്ള പൊന്നും വിലയുള്ള വിക്കറ്റ്. ഇല്ല, എടുക്കാൻ കഴിയുന്നില്ല. തളർന്നു താങ്ങി നിന്ന നൗഷാദ് പതുക്കെ പത്തി വിടർത്തിയാടാനുള്ള ഒരുക്കത്തിലാണ്. സൂപ്പർ.
വിക്കറ്റ് കീപ്പറുടെ പിന്നിൽ കൈകളിൽ നിന്ന് ആ പന്ത് ചോരുന്നു. കാത്തിരുന്ന നിമിഷമെത്തുന്നു. സിക്സർ സുബി അങ്കക്കലി കൊണ്ടെത്തുന്ന ഗ്രൗണ്ടിനകത്തേക്ക്. പന്ത്രണ്ട് പന്തിൽ 46. സത്യത്തിൽ 6ാം വിക്കറ്റിന് പിന്നിൽ മഹേന്ദ്ര സിംഗ് ധോണിയോ എടുത്തിട്ട ശൈലി നോക്കുക. ഇന്ത്യൻ ഇതിഹാസം, ഇന്ത്യയുടെ സുപ്രധാന ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത്. സദിലിന് കൊടുക്കണം അതിന്റെ ഫുൾ ക്രെഡിറ്റ്. ആ പന്ത് റിസീവ് ചെയ്ത രീതി, അത് സ്റ്റംപിലേക്ക് എടുത്തിട്ട രീതി തീർച്ചയായും ഓർത്തുപോയത് സാക്ഷാൽ ധോണിയെയാണ്. സദിലിന്റെ ജേഴ്സിയിലെ 7ാം നമ്പർ സൂചിപ്പിക്കുന്നതും അയാളൊരു വലിയ ധോണി ഫാൻ എന്ന് തന്നെയാണ്. തീർച്ചയായും അതിന്റെ ഒരു കൗതുകം നമുക്ക് മനസ്സിലാക്കാം. It's a chance, no doubt, because Unais is there. മറ്റാരുമല്ല, ഉനൈസ് R6 അവിടെ ഉണ്ടെങ്കിൽ ബാറ്റർക്ക് തിരികെ ഉറപ്പായി നടക്കാം. കാരണം ചോരാത്ത കൈകളുമായി കഴുകന്റെ കണ്ണുകളുമായി ഇരിക്കുന്ന പത്തരമാറ്റ് തനി തങ്ക മുതലാണ്, തങ്കക്കാട്ടിയാണത്. 6 പന്തിൽ 43. സോറി, 6 പന്തിൽ 39 വിജയിക്കാൻ വേണ്ട സമയത്ത് ഒന്നും തന്നെ സംഭവിക്കാതെ സുബിയും മടങ്ങുന്നു. ടീമിനെതിരെ പട നയിച്ചത് സുബിയായിരുന്നു. ആ സുബിയാണ് മടങ്ങിയത്. ചുടലപ്പറമ്പ് ഒരുപാട് പ്രതീക്ഷകൾ ബാറ്റർമാരിൽ നിന്നുണ്ടായെങ്കിൽ ബാറ്റർമാരെല്ലാവരും കൂടാരം കയറിയപ്പോൾ കണക്ക് കണക്കുകളും അവസാനിച്ചിരിക്കുന്നു. ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ആരുടെ തോളിലേറി എന്ന് ചോദിച്ചാൽ ഒരു ടീം വർക്കിന്റെ തോളിലേറി എന്ന് എടുത്ത് പറയണം. അത്ര സുന്ദരമായ ഫീൽഡിംഗ്, അത്ര സുന്ദരമായ ബോളിംഗ്, തകർന്ന നേരം ആ തകർച്ചയെ നിസാരക്കാരന്റെ